അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മോളെ സേറ, എന്താ സേറ, നിറമുള്ളത് ചുരിദാറെങ്കിലും എടുത്തിട്. എന്തിനാണ് ഉമ്മി എല്ലാ ഞായറാഴ്ചയിലും ഇതേ വേഷം കെട്ടൽ തന്നെയല്ലേ? എനിക്ക് മടുത്തുമ്മി. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചേ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നതുപോലെയാണ് ഉമ്മി ഞാനിപ്പോൾ. ഇനിയും ഒരു പരീക്ഷണത്തിന് വയ്യ. മോളെ വേണ്ട ഉമ്മി, കരച്ചിലും പേച്ചിലും ഒന്നും വേണ്ട. ഇത് അവസാനത്തെ പെണ്ണ് കാണലാട്ടോ. ഇതും ശരിയായില്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് മുന്നിലും ഈ സേറാബാന് ഒരുങ്ങിയിറങ്ങി നിൽക്കില്ല. ഇനിയൊരു വിവാഹം എൻ്റെ ചിന്തകളിൽ പോലുമില്ല. ഇതുപോലും ഉമ്മിൻ്റെ കണ്ണീര് കണ്ടിട്ടാ. ഇനി ഈ കണ്ണീരിൽ ഞാൻ വീഴൂല, നോക്കിക്കോ. മോളെ മതി കരഞ്ഞത്, ഇങ്ങു വാ. കണ്ണു തുടച്ച് ആയിഷ മകൾക്കരികിലേക്ക് ചെന്നു. അവൾ അവരെ ചേർത്ത് പിടിച്ചു. എനിക്കിത് നടക്കുമെന്നൊരു തോന്നൽ. കഴിഞ്ഞ ആഴ്ചത്തെ പെണ്ണുകാളലിനും ഇത് തന്നെയല്ലേ ഉമ്മി പറഞ്ഞത്? അത് മറന്നോ? ഞാൻ ഓർക്കുന്നില്ല മോളെ. ഓർക്കൂല. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. ആയിഷാസിൽ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഒരു കാര്യമാണിത്. ഇല്ലത്തെ വീട്ടിൽ ആയിഷാസിൽ ആയിഷയുടെയും ഖലീം അഹമ്മദിൻ്റെയും രണ്ടു മക്കളിൽ ഇളവേളാണ് സേറ ബാനു. മൂത്തത് ഫർഹാൻ ഖലീം. ഖലീമിൻ്റെ മരണശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് മക്കളെ രണ്ടുപേരെയും വളർത്തിയത്. ടീച്ചറായിരുന്നു ആയിഷ. എന്നിട്ടും കഷ്ടപ്പാടുകൾ ഒരുപാട് നേരിടേണ്ടി വന്നവർക്ക് ആരുടെ മുൻപിലും കൈനീട്ടാതെ മക്കളെ പഠിപ്പിച്ചു. ഇരുവർക്കും വിവാഹപ്രായം എത്തിയപ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. മകൾ സേറയുടെ വിവാഹ ജീവിതത്തിന് 3 വർഷത്തെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പല വിവാഹാലോചനകളും വന്നെങ്കിലും സേറ വിവാഹത്തിന് സമ്മതിച്ചില്ല. അവസാനം ഉമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ അവൾ തോറ്റു. ഹൈസ്കൂൾ ടീച്ചറായ സേറയ്ക്ക് ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചു നാളായി എല്ലാ ഞായറാഴ്ചകളിലും ഐഷാസിൽ ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് അവർ വന്നത്. ഉമ്മയും ഉപ്പയും മകനും മകളും അടങ്ങുന്ന 4 പേരാണ് സേറയെ പെണ്ണു കാണാൻ വന്നത്. നിറം മങ്ങി തുടങ്ങിയ സ്കൈ ബ്ലൂ കളർ ചുരിദാറാണ് വേഷം. ഷാൾ തലയിലൂടെ അലക്ഷ്യമായി ഇട്ടിട്ടുണ്ട്. വെളുത്ത മെലിഞ്ഞ അവൾക്ക് ആ വസ്ത്രം നന്നായി ചേരുന്നുണ്ട്. അതിൻ്റെ നിറമില്ലായ്മ അവളുടെ ഭംഗിയിൽ മറഞ്ഞുപോയി. സിമ്പിൾ ഒരു പെണ്ടനും കാതിലൊരു സ്റ്റഡും വലതു കൈയിൽ ഒരു വളയും മാത്രമാണ് ആഭരണങ്ങളായി അവൾ അണിഞ്ഞത്. ചായയും പലഹാരമായി പെണ്ണു കാണാൻ നിൽക്കുന്ന തന്നെ കിട്ടില്ലെന്ന് ആദ്യമേ സേറ പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് വന്ന അതിഥികളെ ഫർഹാൻ സ്വീകരിച്ച് ലിവിംഗ് റൂമിലേക്ക് ഇരുത്തി. ഫർഹാൻ്റെ ഭാര്യ ഇഷയുമാണ് അവർക്ക് ചായയും പലഹാരവുമായി ആദ്യം വന്നത്. ഇഷയെ സേറയായി തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതി ആദ്യമേ ഭാര്യയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ ഭാര്യ ഇഷ ഡേവിഡ്. പേര് കേട്ടതും വന്നവരെ ഒന്ന് പകച്ചു. പക്ഷെ അവരാരും ഒന്നും ചോദിച്ചില്ല. പകരം മതിപ്പില്ലാത്ത ഒരു പുഞ്ചിരി നൽകി. പിന്നീട് വന്നത് സേറയും ഉമ്മയുമാണ്. ഇതാണ് എൻ്റെ മകൾ സേറ ബാനു. സേറ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവരെ ഓരോരുത്തരെയും പഠിക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്നു. സേറ എന്ത് ചെയ്യുന്നു? ചോദിച്ചത് അവളെ കാണാൻ വന്ന ആളാണ്, റോഷൻ ഖാലിദ്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളും മറുപടി പറഞ്ഞു. 2 പേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുമല്ലോ, അവരൊന്ന് സംസാരിക്കട്ടെ, റോഷൻ്റെ വാപ്പ പറഞ്ഞു. അതെ, അവർ സംസാരിച്ച് തീരുമാനത്തിലെത്തിയ ശേഷം നമ്മൾ സംസാരിച്ചാൽ മതിയല്ലോ. സേറയുടെ ഉമ്മ അതിന് അനുകൂലമായി പറഞ്ഞു. റോഷൻ എഴുന്നേറ്റതും സേറ മുറ്റത്തേക്ക് ഇറങ്ങാനായി ഡോറിനകത്തേക്ക് നീങ്ങി. പുറത്താകുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് പിന്നാലെ അവനും പുറത്തേക്കിറങ്ങി. ഒറ്റനില വീടാണ് സേറയുടേത്. ചെടികൾ കൊണ്ട് വരാന്തയും മുറ്റവും വേർതിരിക്കുന്ന രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത്. മുറ്റത്തിന് സൈഡിലായി ട്രഡീഷണൽ സ്റ്റോൺ പാകിയ ഭാഗത്തേക്കാണ് സേറ നടന്നത്. അവന് പിറകെ നടന്നു. മുറ്റവും വീടും അതിൻ്റെ ഇൻറ്റീരിയലും അവനെ ഒരുപാട് ആകർഷിച്ചു. ഒരു പോസിറ്റീവ് വൈബ് അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു. സേറ നടന്നെത്തിയത് പലതരം വൃക്ഷങ്ങൾ നിറഞ്ഞൊരു തൊടിയിലേക്കാണ്. റംബൂട്ടാനും ചിക്കുവും മാവും പേരയും ചാമ്പയും മാംഗോസ്റ്റൂനും തുടങ്ങിയ എല്ലാത്തരം ഫലങ്ങളുടെയും വൃക്ഷങ്ങൾ കൃത്യമായ അകലത്തിൽ നട്ടുപിടിപ്പിച്ച ഒരു തൊടി. കാറ്റും വെളിച്ചവും കിളികളുടെ ശബ്ദവും കൊണ്ട് മറ്റേത് ലോകത്തെത്തിയൊരു ഫീൽ അവന് അനുഭവപ്പെട്ടു. മാംഗോസ്റ്റീന് കീഴെ ഒരു കല്ലിലേക്ക് അവനെ ഇരിക്കാനായി സേറ വിളിച്ചു. ഒരു മടിയും കൂടാതെ അവനിരുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു കല്ലിലേക്ക് അവളും ഇരുന്നു. 2 പേരും ഒന്നും മിണ്ടിയില്ല. റോഷൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നു. ഇതുപോലെയുള്ള ഒരിടം അവനും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറെക്കുറെ ഇതേപോലെ തന്നെ.
എല്ലാം നോക്കിക്കണ്ട ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി. ഈ സമയമെല്ലാം സീറ അവനെ നോക്കി പഠിക്കുകയായിരുന്നു. ഞാൻ റോഷൻ ഖാലിദ്, വക്കീലായിട്ട് ജോലി ചെയ്യുന്നു. ഉമ്മയും ഉപ്പയും റിട്ടയേർഡ് അധ്യാപകരാണ്. അനിയത്തി റിയ, അവള് മെഡിസിൻ തേർഡ് ഇയർ ആണ്. ഇതാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. മറ്റൊന്നുകൂടി, ഒരു വിവാഹം കഴിച്ചിരുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് പോവാൻ മുന്നോട്ട് ബുദ്ധിമുട്ടാണെന്നും മനസ്സിലായതും മ്യൂച്വൽ ഡൈവേഴ്സായി. 4 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തനിക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നറിയാം. റോഷൻ സംസാരിച്ചു കഴിഞ്ഞു. താൻ പറഞ്ഞു എന്ന ഭാവത്തിൽ അവളെ നോക്കി. എനിക്ക് 3 വർഷം നീണ്ടു നിന്നൊരു ബന്ധം. ഞാൻ ഡൈവേഴ്സ് നിർബന്ധപൂർവ്വം വാങ്ങിപ്പോന്നതാണ്. പാസ്റ്റ് നമുക്ക് മറക്കാം. താൻ രണ്ടാമത് ഒരു വിവാഹത്തിന് സമ്മതം മൂളിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? പറ. അല്ല, രണ്ടാമതൊന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ സേറ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി ഇയാളെ കണ്ടപ്പോൾ. സേറ മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു. റോഷൻ അവളുടെ ചിരി നോക്കി, പിന്നെ വിദൂരതയിലേക്കും. ശേഷം എഴുന്നേറ്റു. എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത്. അതാണ് ഇന്ന് ഇയാളെ കാണാൻ വന്നത്. എനിക്ക് സേറയെ ഇഷ്ടമായി. ആരുടെ നിർബന്ധത്തിനല്ലാതെ എന്നെ ഇഷ്ടമായെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് ഉള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. സേറ ഒന്ന് എഴുന്നേറ്റ് 2 അടി നടന്നു, ഒന്നും മിണ്ടാതെ. അവൻ അവളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു. എനിക്കൊന്ന് ആലോചിക്കണം. പതിഞ്ഞെങ്കിലും ദൃഢമായിരുന്നു അവളുടെ ശബ്ദം. ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. പിന്നീട് തെറ്റായിപ്പോയി എന്നതിൻ്റെ തോന്നൽ ഉണ്ടാവരുത് കേട്ടോ. അതും പറഞ്ഞ് അവൻ വന്ന വഴി തിരികെ നടന്നു. ആലോചനയോടെ സേറ അവിടെ തന്നെ നിന്നു. റോഷൻ കയറി ചെല്ലുമ്പോൾ ഇരു വീട്ടുകാരും ഏറെ പരിചിതരെ പോലെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. റോഷനെ മാത്രം കണ്ടതും എല്ലാവരും സേറയ്ക്കായി കണ്ണുകൾ പുറത്തേക്ക് നീട്ടി. എല്ലാവരും നോക്കുന്നത് കണ്ട് അവനും നോക്കി. അപ്പോഴാണ് സേറ തൻ്റെ കൂടെ വന്നില്ലെന്ന് അവന് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു അവൾ എൻ്റെ കൂടെ പിറകെ വരുന്നുണ്ടെന്ന്, റോഷൻ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. ഏയ്, അതൊന്നും സാരില്ല, ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരാം. ഇഷ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. റോഷനും ഫർഹാനും സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ട് ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്നു. റിയ താല്പര്യമില്ലെങ്കിലും അവരുടെ സംസാരം കേട്ടുകൊണ്ടേയിരുന്നു. ഇഷ സേറയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൾ അതിഭയങ്കരമായ ആലോചനയോടെ നടക്കുകയാണ്. കൈ പിറകിൽ കെട്ടി നടന്നുകൊണ്ടിരിക്കുന്ന അവൾക്ക് മുൻപിലേക്ക് ഇഷ കയറി നിന്നു. എന്താണ് ഒരു ആലോചന? ആലോചിച്ച് വേണ്ടേ നാത്തുവിനെ തീരുമാനമെടുക്കാൻ? ആലോചനയൊക്കെ വീട്ടിൽ വന്നിട്ട് ആ പയ്യൻ്റെ കൂടെ നീ വരാതിരുന്നതേ മോശമായിപ്പോയി. ഞാൻ അതൊന്നും ഓർത്തില്ലിത്താ. വാ പോകാം. ഇഷയുടെ കൈ പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. ഇരുവരും വരുമ്പോൾ റോഷനും ഫർഹാനും സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ഇഷ അവളെയും കൊണ്ട് അവർക്കരികിലേക്ക് പോയി. സേറയെ കണ്ടതും ഫർഹാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ, എന്തു പറ്റി? മറുപടി പറയാതെ അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി. സേറയെ കണ്ടതും റിയയും ഉമ്മ ആബിദയും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. കൈ പിടിച്ചു. മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. മോളാണ് ഇനി പറയേണ്ടത്. പെട്ടെന്നൊന്നും പറയണ്ട, ആലോചിച്ച് സാവധാനം പറഞ്ഞാൽ മതി കേട്ടോ. അവളെ ചേർത്ത് പിടിച്ചാണ് അവരത് പറഞ്ഞത്. റിയയും അവളോട് സ്നേഹത്തോടെ ചിരിച്ചു. അവരിരുവരും കൂടുതലൊന്നും സംസാരിച്ചില്ല. പക്ഷേ റിയ എന്തുകൊണ്ടോ സേറയ്ക്ക് ഇഷ്ടമായി. സേറയോട് സംസാരിച്ച് തീരുമാനം അറിയിക്കാമെന്ന ധാരണയിൽ അവർ മടങ്ങി. അവരുടെ വാഹനം അകന്നു പോകുമ്പോൾ അവൾ പുറത്തേക്ക് വന്നില്ല. ആലോചനയോടെ മുറിയിൽ തന്നെ ഇരുന്നു. അവർ പോയിക്കഴിഞ്ഞതും ഉമ്മയും ഫർഹാനും മുറിയിലേക്ക് വന്നു. ആലോചനയോടെ ബെഡിൽ ഇരിക്കുന്ന സേറയെ കണ്ടതും ഇരുവരും അവൾക്ക് ഇരുവശവും ഇരുന്നു. എന്താണ് മോൾക്ക് ഇത്ര ആലോചന? ഉമ്മയാണ് ചോദിച്ചത്. ഒന്നുമില്ല, ഫർഹാൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. സേറ, ഇത്തവണ സംസാരിച്ചത് അവനാണ്. എന്താണ് എന്ന ഭാവത്തിൽ അവൾ തലയുയർത്തി നോക്കി. എനിക്കും ഉമ്മിക്കും റോഷനെയും വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു. അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. നല്ല കുടുംബവും നല്ല ആളുകളുമാണ്. തീരുമാനം പറയേണ്ടത് നീയാണ്. ഇതുവരെ വന്ന ആലോചനകൾ പോലെയല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മുൻപ് വന്നതൊക്കെയും അവരുടെ കാരണങ്ങളാൽ വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹബന്ധം അവസാനിപ്പിച്ചവരാണ്. പക്ഷേ റോഷൻ അങ്ങനെയല്ലട്ടോ. ആദ്യത്തെ ബന്ധം അത്ര അസഹനീയമായതുകൊണ്ട് വേർപ്പെടുത്തിയതാണ്. അവൻ പരമാവധി വിവാഹബന്ധം വേർപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞത്. തീരുമാനം ആലോചിച്ച് മതി. നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നമ്മൾ മുൻപോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക പോലുമുള്ളൂ.
ഒരിക്കൽ കൂടി നിന്റെ കണ്ണുനീര് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ആയിക്കോട്ടെ, എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എടുത്ത പടി വേണ്ടാന്ന് പറഞ്ഞിരുന്നവളാ. ആലോചിക്കാമെന്ന് പറഞ്ഞല്ലോ. സമാധാനമായി. ഉമ്മി അത് പറഞ്ഞ് എഴുന്നേറ്റു. ഉമ്മി കൂടെ പോയപ്പോൾ അവൻ്റെ ഓർമ്മകൾ 3 വർഷം മുൻപത്തെ ഇതേപോലൊരു പെണ്ണുകാണൽ ദിവസത്തിലേക്ക് പോയി. ഭംഗിയായി അണിഞ്ഞൊരുങ്ങി ഫൈസിക്കും കുടുംബത്തിന് മുമ്പിൽ ലജ്ജയോടെ നിന്ന സേറയും ഇന്ന് റോഷന് മുമ്പിൽ നിന്ന സേറയും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഏറെ സന്തോഷത്തോടെ ഫൈസിയുടെ മഹർ അണിഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. പക്ഷെ ആ സന്തോഷത്തിന് അല്പായുസായിരുന്നു എന്ന് മാത്രം. ആ ഓർമ്മകളുടെ വേദനയിൽ സഹോദരിയെക്കുറിച്ചോർത്ത് അവൻ്റെ കണ്ണുകൾ ഈറനായി. ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും സേറ പിന്നീട് ഒന്നും പറഞ്ഞില്ല. ഉമ്മയോ ഫർഹാനോ ചോദിക്കുകയും ചെയ്തില്ല. അവൾ സാധാരണ പോലെ സ്കൂളിൽ പോവുകയും ചെയ്തു. 2-3 ദിവസങ്ങൾ സാധാരണ പോലെ കഴിഞ്ഞുപോയി. രാത്രി ഭക്ഷണം തയ്യാറാക്കാൻ ഇഷയോടൊപ്പം സേറയും കൂടി. ഇഷ ചപ്പാത്തി പരത്തി, സേറ ചുട്ടെടുത്തു. വെജിറ്റബിൾ കുറുമ അവൾ ആദ്യം തന്നെ തയ്യാറാക്കിയിരുന്നു. സേറ, നിനക്കവനെ ഇഷ്ടമായോ? ഇഷ പതിയെ സംസാരത്തിന് തുടക്കമിട്ടു. ആരെ? ചപ്പാത്തി കാസറോളിലേക്ക് വെച്ച് ഇഷയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സേറ ചോദിച്ചു. ഞായറാഴ്ച വന്നില്ലേ റോഷൻ, അവനെ? സേറ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. ചപ്പാത്തി തിരിച്ചിട്ടു. ഇഷ കൈ കഴുകി ടവലിൽ തുടച്ച് സേറയുടെ തോളിൽ കൈയിട്ടു. നീ ഒന്നും പറഞ്ഞില്ല. എന്താ? ഞാനിവിടെ എല്ലാവർക്കും ഒരു ബാധ്യതയാണല്ലോ. ഇതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം സേറ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്യാണം നോക്കുന്നതും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കുന്നതും? നീ ഞങ്ങൾക്ക് ബാധ്യതയാണെന്ന് എന്നേലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സേറ? നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾക്കിഷ്ടം. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇനിയും അതേപോലെ ആവർത്തിക്കില്ലെന്ന് ഇഷയ്ക്ക് പറയാൻ പറ്റുമോ? ഉമ്മിക്കും ഫർഹാനും ആർക്കെങ്കിലും പറ്റുമോ? നീ ആ ഓർമ്മകളിൽ നിന്ന് മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണ് സേറ അങ്ങനെ തോന്നുന്നത്. ആ ജീവിതം കഴിഞ്ഞില്ലേടി. പിന്നീട് ഉപേക്ഷിച്ചു പോകുന്നൊരു അധ്യായമാണിത്. അതിൻ്റെ ഓർമ്മകളും പേറി ജീവിതം നശിപ്പിക്കാനാണോ നീ തീരുമാനിച്ചത്? അതൊന്നും ഒരിക്കലും എന്നെ വിട്ടുപോകില്ല ഇഷ. നിറഞ്ഞു വന്ന കണ്ണുകൾ ഇഷ കാണാതെ സേറ തുടച്ചു കളഞ്ഞു. നീ എല്ലാവരെയും ഫൈസിയെ പോലെ കാണല്ലേ. എനിക്കറിയാം ഫൈസിയെ പോലെ ഫൈസി മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേയുമില്ല സേറ. ഞാൻ ഉമ്മയോടും ഫർഹാനോടും പറയാൻ പോവുക. നിനക്ക് സമ്മതമാണെന്ന്. പറയട്ടെ ഇഷ? എനിക്കറിയില്ല എന്ത് വേണമെന്ന്. നിനക്ക് റോഷനോട് ഒന്നുകൂടി സംസാരിക്കണോ? എന്നിട്ട് മതി തീരുമാനമെടുക്കൽ. ഞങ്ങളുടെ നിർബന്ധത്തിന് നീ സമ്മതം മുളജ് സേറ. ആലോചിച്ച് തീരുമാനമെടുത്തോ. പിന്നീട് ഒരിക്കലും തെറ്റായി എന്ന് നിനക്ക് തോന്നാൻ പാടില്ല. ആരെയും കുറ്റപ്പെടുത്താനും. ഞാൻ പറഞ്ഞത് നീ കാര്യമായിട്ട് എടുക്കണ്ട. സ്വസ്ഥമായി ഒന്നുകൂടി റോഷനുമായി സംസാരിച്ച് നീ തീരുമാനിക്ക്. റോഷനും ഒരുപക്ഷെ ഇതേ ഒരു അവസ്ഥയിലാകും. ഞാൻ ഫർഹാനോട് പറയാം. ഇഷ പറഞ്ഞതിന് സേറ മൗനം പാലിച്ചു നിന്നു. ഇഷ ഫർഹാനോടും ഉമ്മിയോടും പറയാനായി അകത്തേക്ക് പോയി. സേറ കുറേ സമയം ആലോചനയോടെ അടുക്കളയിൽ തന്നെ തങ്ങി. പിന്നെ റൂമിലേക്ക് നടന്നു. ഒരു തീരുമാനത്തിൽ എത്താനാവാതെ തല പൊട്ടിപ്പൊളിയുന്ന വേദനയോടെ ബെഡിലേക്ക് വീണു. ഇഷ ഉമ്മിയോടും ഫർഹാനോടും സേറയുമായി സംസാരിച്ചത് പറഞ്ഞു. റോഷനും സേറക്കും ഒരിക്കൽ കൂടി കാണാനും സംസാരിക്കാനും അവസരം ഒരുക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ തന്നെ റോഷനെ വിളിച്ചു. നാളെ സേറയെ കാണാൻ പറ്റുമോ എന്നും അന്വേഷിച്ചു. റോഷൻ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഫ്രീ ആണെന്നും ആ സമയത്ത് കാണാമെന്നും അവൻ പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ സേറ ഉറക്കം പിടിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയ സേറയെ അന്വേഷിച്ച് ഉമ്മി റൂമിലേക്ക് വന്നു. സേറ, മോളെ, ഈ ഉറങ്ങിയോ? എണീറ്റ് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ടുമ്മി, തലവേദന എടുക്കുന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയാൽ തലവേദന കൂടും മോളെ. നീ വന്നേ. ഉമ്മി, മര്യാദയ്ക്ക് എണീറ്റ് വാടി. വരാം. ഉറക്കച്ചടവോടെ പിറുപിറുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ച് എല്ലാവരും ഇരുന്നിരുന്നു. ഉമ്മിക്കരികിലേക്ക് ചെയർ വലിച്ചിട്ട് അവളും ഇരുന്നു. സീറ കഴിച്ചു തുടങ്ങിയതോ ഫർഹാൻ സംസാരിച്ചു തുടങ്ങി. നാളെ റോഷൻ നിന്നെ കാണാനായിട്ട് സ്കൂളിലേക്ക് വരുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ സീറ? നാളെ? അതെ, നാളെ വന്നാൽ എന്തേ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ, നാളെയല്ലേ? ഫർഹാൻ, വേണ്ട. അവൾക്ക് ചെറുതായി ദേഷ്യം വന്നു. സീറ, റോഷന് നാളെ വരാൻ പറ്റുള്ളൂ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കൂളിൽ വെച്ച് കാണുന്നത് ബുദ്ധിമുട്ടാണ്. മറ്റെവിടെയെങ്കിലുമാണ് നല്ലത്. ഞാനത് റോഷനോട് പറയാം. നാളെ സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതി ട്ടോ.
മറ്റൊന്നും പറയാതെ കഴിച്ചു കഴിഞ്ഞതും അവൾ എഴുന്നേറ്റ് പോയി. കഴിച്ച പാത്രം കഴുകി വെച്ച് അവൾ ബെഡ്റൂമിലേക്ക് കയറിയതും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഉമ്മയും ഫർഹാനും സംസാരിച്ചു തുടങ്ങി. അവൾക്കൊരു ഉഷാറില്ലല്ലോ അല്ലേ? നമുക്ക് വേണ്ടി സമ്മതിക്കുന്നത് പോലെയുണ്ട്. നമുക്ക് വേണ്ടി മാത്രമാണ് ഉമ്മേ, അവൾക്ക് ഇഷ്ടമായിട്ടില്ല. അവൾ നമുക്കൊരു ബാധ്യതയാണോ എന്നാണ് അവൾക്ക്. ഇഷാം സംസാരിച്ചു തുടങ്ങി. ഞാനൊന്ന് അവളോട് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ എഴുന്നേറ്റു. ഫർഹാനും ഇഷയും കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളുമായി കിച്ചണിലേക്കും പോയി. ഡോറിൽ തട്ടിയതും സീറ ഡോർ തുറന്ന്, എന്താണ് ഉമ്മി, നിനക്ക് ഉറങ്ങാനായോ? ഏയ് ഇല്ല ഉമ്മി വാ, എന്ത് പറയാനുണ്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ച് അവൾ ഉമ്മിയുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. ഇനി പറ എന്താണ്? അത് ഒന്നുമില്ല മോളെ, അങ്ങനെയൊന്നല്ല, ഉമ്മയുടെ മുഖം പറയുന്നുണ്ട് എന്തോ പറയാനുണ്ടെന്ന്. അത് പിന്നെ നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിലേ നാളെ നീ റോഷനെ കാണാൻ പോകണ്ട കേട്ടോ. മാതാശ്രീക്ക് എന്താണ് പെട്ടെന്നൊരു മനംമാറ്റം? നിന്നെ വിഷമിപ്പിച്ച് ഒന്നും വേണ്ട. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. വേണ്ട ഉമ്മേ, ഞാൻ നാളെ പോയി റോഷനെ കാണാം. ഞങ്ങൾക്ക് വേണ്ടി നീ പോവണ്ട കേട്ടോ. നീ ഞങ്ങൾക്കൊരു ബാധ്യതയാണെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടല്ലേ? അതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെനിക്ക് തിരക്കിട്ട് ഇങ്ങനത്തെ കല്യാണങ്ങൾ കൊണ്ടുവരുമോ? എന്നെ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും പെണ്ണ് കാണാൻ വരുന്നവർക്ക് മുമ്പിൽ ഒരുക്കി നിർത്തോ? സീറ, അങ്ങനെയില്ല മോളെ. നീ എത്ര കാലം ഒറ്റയ്ക്ക് കഴിയും? എനിക്ക് നീ ഇങ്ങനെ കഴിയുന്നത് കാണാൻ വയ്യ, അതല്ലേ ഞാൻ. അവർ കണ്ണു തുടച്ചു. ഉമ്മി, എനിക്കൊരു വിവാഹത്തോടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി വയ്യ. അങ്ങനെയല്ല മോളെ, എല്ലാവരും ഫൈസയെ പോലെയല്ല, അവൻ്റെ വീട്ടുകാരെയും പോലെയല്ല. നീ ഒറ്റയ്ക്ക് കഴിയുന്നത് കാണുന്നതിലും വലിയ വേദന എനിക്ക് വേറെയില്ല. നിനക്ക് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല. റോഷനോട് വിളിച്ചു പറയാൻ ഞാൻ ഫർഹാനോട് പറയാം. നീ കിടന്നോ. നിന്റെ സന്തോഷം നശിപ്പിച്ച് എനിക്കൊരു സന്തോഷം വേണ്ട മോളെ. ഉമ്മി, വേണ്ട. നാളെ റോഷനെ ഞാൻ കാണാൻ പോകാം. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫർഹാൻ അറിയണ്ട. അത് വേണ്ട മോളെ. എന്നെക്കാളും അവനാണ് നിന്നെക്കുറിച്ച് ആദി. അവനോട് ഞാൻ പറഞ്ഞോളാം. അവനത് ഫീലാവും. ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചു ഉമ്മി. ഒന്നും പറയണ്ട. അതല്ല മോളെ, ഒന്നുമില്ല. ഉമ്മി പോയി ഉറങ്ങിക്കോ. ഉമ്മയുടെ കവിളിൽ ചുണ്ട് ചേർത്ത് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഉമ്മി മുറിവിട്ട് പോയതും അവൾ ഡോർ അടിച്ച് ബെഡിലേക്കിരുന്നു. ഓർമ്മകൾ വേദനിപ്പിച്ചുകൊണ്ട് അരിച്ചെത്തുന്നുണ്ട്. മറക്കാൻ അനുവദിക്കില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഫൈസയെ കണ്ട ദിവസത്തിലേക്ക് അവളുടെ ഓർമ്മകൾ കൊണ്ടെത്തിച്ചു. മുറിവിൽ നിന്നും രക്തം കിനിഞ്ഞിറങ്ങുന്ന പോലെയൊരു വേദന അവൾക്ക് തോന്നി തുടങ്ങി. കണ്ണുകൾ ഇറുക്കിയടിച്ചു. ഫൈസയുടെ ചിരിക്കുന്ന മുഖം കൺമുന്നിൽ മിഴിവോടെ തെളിഞ്ഞു. സീറയ്ക്ക് ജോലി കിട്ടി 2-3 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം. അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലാണ് ജോലിയെങ്കിലും ആക്റ്റീവയിലാണ് സീറയുടെ യാത്ര. ആകെ ക്ഷീണിച്ചാണ് സ്കൂളിൽ നിന്നിറങ്ങുക. ഏറെ ആഗ്രഹിച്ച് വാങ്ങിയ ജോലി ആയതുകൊണ്ട് തന്നെ ആസ്വദിച്ചാണ് ജോലിക്ക് വരുന്നതും പോകുന്നതും. ക്ഷീണത്തോടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് മുറ്റത്ത് പരിചിതമില്ലാത്ത ഒരു കാർ കണ്ടത്. ആക്റ്റീവ പോർച്ചിലേക്ക് വെച്ച് ആരാണാവോ വന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ ഫർഹാനൊപ്പം പരിചയമില്ലാത്ത 2 പേര് ഇരിക്കുന്നു. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. കിച്ചണിൽ ഇഷ ചായ ഇടുന്നുണ്ട്. ഉമ്മയും സഹായത്തിനുണ്ട്. പ്ലേറ്റിൽ നിരത്തി വെച്ച് സമൂസയിൽ നിന്നൊരിടം എടുത്ത് അവൾ കിച്ചണിലെ സ്ലാബിലേക്ക് കയറിയിരുന്നു. ആരെ ഉമ്മി ഇത്? ഫർഹാൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ അടുത്തെവിടെയോ വന്നപ്പോൾ ഇവിടെ കയറിയതാണ്. അവൾ കഴിച്ചുകൊണ്ടിരുന്ന സമൂസയുമായി പിറകുവശത്തെ മുറ്റത്തേക്കിറങ്ങി. ഉമ്മയുടെ അടുക്കളത്തോട്ടവും കടന്ന് മുൻവശത്തെ മുറ്റത്തേക്കിറങ്ങിയതും തൊട്ടു മുൻപിൽ നേരത്തെ കണ്ടവരിൽ ഒരാൾ പുകവലിക്കുന്നു. അവനെ കാണാത്ത പോലെ തിരികെ നടന്നു തുടങ്ങിയതും, അതെ, ഒരു കാര്യം. സീറ തിരിഞ്ഞു നോക്കി. പേരെന്താണ്? സീറ. നൈസ് നെയിം. അവളത് കേൾക്കാത്തതുപോലെ നടന്നു തുടങ്ങി. അവൾ പോയ വഴിയെ നോക്കി അവൻ പുകച്ചുരുളുകൾ ഊതിവിട്ടു ചിരിയോടെ. തിരിഞ്ഞു നോക്കിയ അവൾ കാണുന്നതോ നിറഞ്ഞ ചിരിയോടെ ആസ്വദിച്ച് പുകയൂതുന്ന അവനെയാണ്. പുക വലിക്കുന്നവരെ സീറയ്ക്ക് ഇഷ്ടമല്ല. സ്വയം ആരോഗ്യം നശിപ്പിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ആരോഗ്യം കൂടെ കളയുന്നവരാണ് പുകവലിക്കാർ എന്നാണ് അവളുടെ ഭാഷ്യം. അതായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച. അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കണ്ടുമുട്ടലാണെന്ന് അവൾ അറിഞ്ഞില്ല. ആ ദിവസം മറക്കാനാവാതെ ഇപ്പോഴും അവളുടെ ഓർമ്മയിലുണ്ട്. ഒരിക്കലും ഓർക്കരുത് എന്ന് കരുതിയാലും ഓർമ്മകളിലേക്ക് ചേക്കേറി വരുന്നൊരു മുഖവും ഓർമ്മകളും. കണ്ണുകൾ ഇറുകെ ചിമ്മി ഓർമ്മകളെ മായ്ച്ചു കളയാൻ അവളൊരു വിഫല ശ്രമം നടത്തി. 3 വർഷം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെ, അപമാനത്തിൻ്റെ, അങ്ങനെ ഓരോന്നിൻ്റെയും ഓർമ്മകൾ
ഓർമ്മകളിൽ അവൾ ഉലഞ്ഞു. കരയാൻ വയ്യ. ഇനിയും പഴയതോർത്ത് കരയില്ലെന്ന തീരുമാനം ഓർത്തതും കണ്ണു തുടച്ച് അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. മുഖം നന്നായി കഴുകി വന്ന് ബെഡിലേക്കിരുന്നു. ഫോണെടുത്ത് പതിവായി ഉറങ്ങുന്ന സമയത്ത് കേൾക്കാനായി ഡൗൺലോഡ് ചെയ്തു വെച്ച ജഗത് സിംഗിൻ്റെ ഗസൽ പ്ലേ ചെയ്ത് കിടന്നു. ഓർമ്മകളിലേക്ക് ചേക്കേറാൻ അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലേക്ക് ചെന്നെത്തുന്നതുപോലെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറക്കം പതിയെ കാത്തുകിടന്നു. രാവിലെ സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങിയ സേറയെ കണ്ടതും ഫർഹാൻ അവൾക്കരികിലേക്ക് വന്നു. സേറ, നീ പോകാനായോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിച്ചിട്ടിറങ്ങും. ഇന്ന് വൈകിട്ട് റോഷൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ബുദ്ധിമുട്ട് എന്തേലും? ഏയ് ഒന്നുമില്ല, കാണാം. സ്കൂളിൽ വെച്ചേ ഒരു കൂടിക്കാഴ്ച വേണ്ട. ടൗണിൽ കോൾഡ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാനും സാധിക്കും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ? ഏയ് ഒന്നുമില്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ പോയിക്കോളാം. നിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിന്നെ വിളിക്കും. ആ സമയത്ത് നീ അവിടേക്ക് പോയാൽ മതി കേട്ടോ. പോവാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് പോകണ്ടേ? ലേറ്റായല്ലോ. വേണം, ഇഷ റെഡി ആവുന്നേ ഉള്ളൂ. നീ പോയി കഴിച്ചു വാ. ഇഷയും ഫർഹാനും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്, ഗവൺമെൻറ് കോളേജിൽ. രാവിലെ 3 പേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മി തനിച്ചാണ്. റിട്ടയർ ചെയ്ത ശേഷം ചെറിയ കൃഷിയും വായനയുമൊക്കെയാണ് അവർക്ക് കൂട്ട്. സേറയും ഉമ്മയും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അവരുടെ കണ്ണുകൾ അവളിലായിരുന്നു. ഈ ലോകത്തൊന്നുമല്ല എന്നതുപോലെ ആലോചനയോടെ ഇരുന്ന് ഇഡ്ഡലി സാമ്പാറിൽ മുക്കി കഴിക്കുകയാണ്. കാര്യമായ ആലോചനയിലാണെന്ന് മുഖം വിളിച്ചോതുന്നുണ്ട്. സേറ, എന്താ ഉമ്മി, നീ എന്താ ശരിക്ക് കഴിക്കാത്തത്? ഞാൻ കഴിക്കുന്നത് ഉമ്മി കാണുന്നില്ലേ? കുറുമ്പോടെ ഒരു നോട്ടം അവർക്ക് നേരെ അവൾ നോക്കി. ഇങ്ങനെ നുള്ളി നുള്ളി കളിക്കാതെ ശരിക്ക് കഴിക്കാൻ നോക്കടേ. ഇങ്ങനെ കഴിച്ചിട്ടാ മെലിഞ്ഞു പോകുന്നത്. നല്ല തടിയുള്ള ആളാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞവൾ ചിരിച്ചു. അപ്പോഴേക്കും ഇഷ റെഡിയായി അവർക്ക് അരികിലേക്ക് വന്നു. അവൾ കോട്ടൺ സാരി മനോഹരമായി ഉടുത്തിട്ടുണ്ട്. തോളോടൊപ്പമുള്ള മുടി അയച്ചിട്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും കണ്ണിൽ കാജലും മാത്രമാണ് മുഖത്തെ ആകെ അലങ്കാരം. കഴുത്തിലൊരു കുഞ്ഞു മിന്നും വലത് കൈയിൽ ഒരു സിമ്പിൾ വളയും ഇടത് കൈയിൽ സ്മാർട്ട് വാച്ചുമാണ് അവളുടെ ആഭരണങ്ങളെന്ന് പറയുന്നത്. ഉമ്മി, ഞങ്ങൾ ഇറങ്ങാണേ, ശ്രദ്ധിച്ച് പോണിട്ടോ രണ്ടുപേരും. പോകാം ഉമ്മി. സേറ, വൈകിട്ട് കാണാട്ടോ. സേറ കൈ ഉയർത്തി കാണിച്ചു. ഫർഹാനും അവളും കാറിലാണ് പോകുന്നത്. അവരിരുവരും പോയി കഴിഞ്ഞതും സേറയും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ബാഗുമായി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉമ്മയും ഉമ്മറത്തേക്ക് വന്നു. പോയി വരട്ടെ ഉമ്മേ, അസ്സലാമു അലൈക്കും. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. വലൈക്കും അസ്സലാം. നീ ഇന്ന് റോഷനെ കാണാൻ പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്തേ? അവൾ ചിരിയോടെ തിരിഞ്ഞു നിന്നു. ഏയ് ഒന്നുമില്ല, ചോദിച്ചെന്നേയുള്ളൂ. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.